ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംഭൂസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നിതാ ഒരുങ്ങി ചമഞ്ഞിവിടെ നിൽക്കുന്നത് ഓണം ഷോപ്പിങ്ങിനായിട്ടാണ്, പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഐഡിയ ഇല്ലാതെ പോവാണ്. ഇവിടെ നിന്ന് ഞാനും അമ്മയും ഉണ്ട്, പിന്നെ ആറ്റിങ്ങിൽ നിന്ന് എൻ്റെ അനിയത്തി വരുന്നുണ്ട്, ആതിര വരുന്നുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടെ ഉള്ളൊരു ഷോപ്പിംഗ് ആണ്. സത്യത്തിൽ എന്തെടുക്കണം എന്നൊന്നും അറിഞ്ഞുകൂടാതെ ഏത് കടയിൽ കയറണം എന്ന് പോലും ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് പോണത്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാണാം സുഹൃത്തുക്കളെ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ Home Life by Maru Sambus. ഇപ്പോഴും ഗൈസ് ഞാൻ 2 വീലറിലാണ് പോകുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ അമ്മയെ പോയി പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അമ്മയെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇരിക്കണം. അമ്മ ഇതുവരെയ്ക്ക് റെഡി ആയിട്ടില്ല. ഞാൻ അച്ചാമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇവിടെ ഇരുന്ന് കുറച്ച് സമയം പോസ്റ്റ് അടിക്കുമെന്നാണ് തോന്നുന്നത്. അമ്മ ഇതുവരെ റെഡി ആയിട്ടില്ല. എന്ത് ചെയ്യാമെന്ന് പറ. അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്നതിന് ശേഷം അമ്മ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ചാമ്മ മുറ്റത്ത് ചുള്ളി ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചാമ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ പോയി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 വീലറിൽ പെട്രോളും ഒക്കെ അടിച്ച് നമ്മളിതാ പൂജ കൺവെൻഷൻ സെൻറ്ററിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആതിര അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോകാനായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അതിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതാ കടയ്ക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തോ തിരക്കും കുറവായിരുന്നു, കളക്ഷൻസും കുറവായിരുന്നു, വിലയും കൂടുതലായിരുന്നു എല്ലാത്തിൻ്റെ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ. അതിന് കൂടുതൽ സമയം നമ്മളവിടെ നിന്ന സമയം കളഞ്ഞില്ല. കാര്യം നമുക്ക് മനസ്സിനാണെങ്കിൽ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് വെഡ്ലാൻഡിലേക്കാണ് സുഹൃത്തുക്കളെ. വെഡ്ലാൻഡിൽ അത്യാവശ്യം കളക്ഷനും ഉണ്ടായിരുന്നു, വിലയും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് അതിനകത്തേക്ക് കയറി പോവുകയാണ്. കുറച്ചധികം സമയം നിന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കൊക്കെ വാങ്ങിക്കണമല്ലോ, ഓണമല്ലേ. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരുപാട് പേർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഓരോരുത്തർക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എടുത്തതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ട്രയൽ റൂമിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ആദ്യം ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓരോ ഫ്ലോറിലാണല്ലോ കുട്ടികൾക്കുള്ളത്, ഒരു ഫ്ലോറിൽ, പിന്നെ ഇവിടെ സാരി ഒരു ഫ്ലോറിൽ തന്നെ, നൈറ്റീസൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഓരോ ഫ്ലോറിലും കയറി ഇറങ്ങി നോക്കി. പിന്നെ നമ്മളെ പിള്ളേർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പാടിക്കും കേശുവിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്ക് സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞിട്ടുള്ള ഏതൊരു പാൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നെ വിചാരിച്ചു അവനെയും കൂടെ കൊണ്ടുവന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഫ്ലോറിലുള്ളത് ഓരോ ഫ്ലോറിൽ അപ്പോഴെപ്പോഴും ബില്ലടിച്ച് അവർ തരുമായിരുന്നു. ലാസ്റ്റ് പിന്നെ അവസാനം നമ്മളെല്ലാം കൂടെ ഒത്ത് ബില്ലടിച്ച് തരികയാണ് ചെയ്യുന്നത്. ഓരോ ഫ്ലോറിൽ എടുക്കുന്നത് ബില്ലടിച്ച് വെച്ചേക്കും, പേ ചെയ്യാവുന്നത് അവസാനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, മൊത്തത്തിലുള്ള ബില്ല്. അങ്ങനെ അതിന് കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പാക്കിങ് ചെയ്ത് വരണം, പിന്നെ ബില്ലും ഒക്കെ പേ ചെയ്യണം, അതെല്ലാം ഇവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ ആതിര അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മളിതാ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓണത്തിനായിട്ടുള്ള അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ വലുതായിട്ടുള്ള ഷോപ്പിങ്ങൊന്നും ചെയ്യാനുള്ള ക്യാഷ് കയ്യിൽ വേണ്ടേ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ വിചാരിച്ചു നല്ല വയറ് വിശപ്പുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ചോറ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ചോറും പിന്നെ നമ്മൾ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നെക്കാളും ഇത് അമ്മയ്ക്കായിരുന്നു. അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോറൊന്നും അത്ര കൊള്ളൂലെന്നാണ് പറഞ്ഞത്. പക്ഷേ ബിരിയാണി കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ ഷോപ്പിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതാ പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ, കഴിച്ചിറങ്ങിയതിന് ശേഷം. അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സുഹൃത്തുക്കളെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു കേസ്. എല്ലാവർക്കും ഓണാശംസകൾ കൂടെ ഞാൻ നൽകുകയാണ് ഈ അവസരത്തിൽ. ഓക്കെ, ബൈ.